അസ്സലാമലൈക്കും. ഇന്ന് നേരത്തെ കാലത്ത് നീറ്റിക്കണം കേട്ടോ. നോക്കണ്ട നിസ്കരിക്കാനേ നീറ്റിക്കണ്. ഈ വാച്ചേ ഒരു കാമണിക്കൂർ ഫാസ്റ്റ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഞാൻ വേഗം നിസ്കരിച്ചു. കുറച്ച് ഖുറാനോ അതൊക്കെ ഇങ്ങനെ കുറച്ച് ഉറങ്ങി. അപ്പം അതിന് ഉച്ചയായിക്കണം കേട്ടോ എണീറ്റപ്പോൾ. അപ്പം ഇന്ന് നമുക്കൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കും ഉച്ചക്ക്. അതിന് കുറച്ച് മട്ടൻ കറിയൊക്കെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നോട്ട് ചെയ്യാം. അപ്പത്തിന് ഉമ്മേൻ്റെ കസിൻ്റെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു എന്തിനോ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ നട്ട വെയിലത്ത് കറുപ്പ് വസ്ത്രമിട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ ഉമ്മ എനിക്ക് നാരങ്ങ സോഡ ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് കുറച്ച് എനർജി ആയപ്പോൾ പിന്നെ എൻ്റെ എനർജി കളയാൻ വേണ്ടി എന്നെ പിന്നെയും വിട്ടു അടുക്കളൻ്റെ ബാക്കിലേക്ക്. ഓടുന്ന എന്തോ പൊതിനയില വലിക്കാണ്ട് വരട്ടെ. അങ്ങനെ ഞാൻ കണ്ടെത്തി എന്നെപ്പോലെ കുറച്ച് കരിഞ്ഞ പൊതിനയിലിനെ. പാവം വെയിലുകൊണ്ട് കരിഞ്ഞ് നിൽക്കുക. ഇന്ന് ഉണ്ടാക്കാൻ പോണ 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി തട്ടിക്കൂട്ട് മട്ടൻ ബിരിയാണി കേട്ടോ. അപ്പോൾ പണി തുടങ്ങുക. ചട്ടി വെക്കുക, ഓയിൽ ഒഴിക്കുക, നെയ്യ് ഒഴിക്കുക, സ്പൈസസ് ഇടുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, അതുപോലെ തന്നെ വെല്ലുള്ളി ഇടുക, ഉപ്പ് ഇടുക, ഇടയിൽ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, തക്കാളി ഇടുക, പിന്നെ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ചേർക്കുക, പിന്നെ മല്ലിയില പുതിനയില ചേർക്കുക, പിന്നെ തൈരിടുക. ശേഷം മിക്സ് ഞാൻ ഇളക്കണം, അതുകൊണ്ട് ഇത്ര സ്ലോ. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച് മട്ടൻ ചേർക്കാം. മട്ടൻ വെറും മണത്തിനുള്ളൂ കേട്ടോ, അത് നോക്കണ്ട. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽക്കൊരു ഇങ്ങനെ തിള വരുമ്പോൾ നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ട് ഒരു പീസ് നാരങ്ങൻ്റെ തുണ്ട് പിഴിയുക, എന്നിട്ട് വേവിക്കാം. അപ്പോൾ ഇതാ മട്ടൻ ബിരിയാണി റെഡി ഉണ്ട് കേട്ടോ. കണ്ടാൽ പറയാം തട്ടിക്കൂട്ടാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സാധനം ഉണ്ടാക്കുമ്പോൾ അപൂർവമായി കാണപ്പെടുന്നതാണ് ഇതുപോലത്തുള്ള സാധനങ്ങളെ. അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നാരങ്ങ സോഡ കുടിച്ചു. നാരങ്ങ സോഡ കുടിച്ചപ്പോഴത്തേനും നമ്മൾ ക്ഷീണിച്ചു. അപ്പോൾ ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഓക്കെ ബൈ.